ഈ വീഡിയോയിൽ ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി തന്ന് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം അല്ല, ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോബ്ലമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 മാർക്സിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേഷനാണ് തരുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് റെപ്രസെൻറ്റ്സ് ഇൻകംപ്ലീറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഇക്വലൻറ്റ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. അതായത് ഇൻകംപ്ലീറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിനെ നമ്മൾ എന്തായിട്ടും കൺവേർട്ട് ചെയ്യുന്നു? ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എന്നും പറഞ്ഞ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ഇൻഫർമേഷൻ ഗിവൺ are, first one is opening work in progress 8,000 units, 40% complete. അതായത് നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പീരീഡിലെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഇപ്രാവശ്യത്തെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് വരിക. അപ്പോൾ 8,000 യൂണിറ്റ്സിൽ എത്ര പെർസെൻറ്റ് കഴിഞ്ഞ പീരീഡിലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്? 40% കഴിഞ്ഞ പീരീഡിലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പീരീഡിൽ നമ്മൾ ബാക്കിയിരിക്കുന്ന 60% കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നീട് അത് മാത്രം പോരല്ലോ, വീണ്ടും നമ്മൾ ഈ പ്രാവശ്യത്തേക്ക് വേണ്ടി കുറേ യൂണിറ്റ്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വീണ്ടും പ്രൊഡക്ഷൻ നടക്കണ്ടേ? അതിനെല്ലാം ശേഷം നമുക്ക് ഔട്ട്പുട്ട് റിസീവ് ചെയ്തത് 28,000 യൂണിറ്റ്സ് ആണ് ഫുള്ളി കംപ്ലീറ്റഡ് എന്നും പറഞ്ഞ് കിട്ടിയത്. ഇത് ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഇതിനകത്ത് എന്ത് ഇൻക്ലൂഡ് ആയിട്ടില്ല? വർക്ക് ഇൻ പ്രോഗ്രസ്സുകൾ ഇൻക്ലൂഡ് ആയിട്ടില്ല. ഫുള്ളി കംപ്ലീറ്റ് ആയ 28,000 യൂണിറ്റ്സ്. പിന്നീട് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ യൂണിറ്റ്സും ഒന്നും കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടില്ല. അതിൽ 28,000 ടോട്ടലി കംപ്ലീറ്റ് ആയി വന്നിട്ടുള്ളൂ. പിന്നീട് എന്തുണ്ടെന്ന് പറയുന്നത് കുറച്ച് വർക്ക് ഇൻ പ്രോഗ്രസ് അവിടെ ഉണ്ട്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതിൽ 50% കംപ്ലീറ്റ് ആയി, 50% ഇൻകംപ്ലീറ്റ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ഇക്വലൻറ്റ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇപ്രാവശ്യം കുറച്ച് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അതിനെയും കൂടെ നമ്മൾ കൺവേർട്ട് ചെയ്ത് അതിനുവേണ്ടി എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ടോ ആ ചിലവാക്കിയ എമൗണ്ട് വെച്ച് എത്ര കംപ്ലീറ്റഡ് യൂണിറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു എന്നൊരു രീതിയിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഈ ഇൻഫർമേഷനിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഈ വർഷം ഈ പീരീഡിൽ എന്താണ് ഇനി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറച്ച് കിടപ്പുണ്ട്, പാതി ഫിനിഷായ, അതിനെ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 40% കഴിഞ്ഞ പീരീഡിലെ കംപ്ലീറ്റ് ആയതാണ്. നമ്മൾ ഇനി എത്ര കംപ്ലീറ്റ് ചെയ്താൽ മതി? ബാക്കി 60%. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 8,000 യൂണിറ്റ്സിൻ്റെ 60% ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ആ 4,800 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യും. ഇതുകൂടാതെ നമ്മൾ എന്ത് ചെയ്ത് ഇപ്രാവശ്യം കുറച്ചും കൂടി യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, നമുക്ക് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ കസ്റ്റമേഴ്സിന്. അതുകൊണ്ട് നമ്മൾ വീണ്ടും പുതിയ യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് കൂടാതെ ഈ പീരീഡിലേക്ക് അടുത്ത യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയലും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. അതാണ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി പീരീഡ്. 32,000 യൂണിറ്റ്സ് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ എത്രയാണ്? 32,000 പ്ലസ് 4,800 ഉണ്ട്. ഇതിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയാണ്? 12,000 യൂണിറ്റ്സ് ഉണ്ട്. ഈ 12,000 യൂണിറ്റ്സിൽ 50% കംപ്ലീറ്റ് ആയി. അപ്പോൾ കംപ്ലീറ്റ് ആയത് നമുക്ക് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിൽ കൂട്ടാം, കാരണം അത് കംപ്ലീറ്റ് ആയതല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും കംപ്ലീറ്റ് ആവാത്തത്, ഈ കംപ്ലീറ്റ് ആയത് ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആവാത്തതിന് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ഈ 32,000 ഈ ക്ലോസിങ് 12,000 ഉണ്ട്. പക്ഷേ ഈ 12,000 മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൽ 50% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇൻകംപ്ലീറ്റ് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യുക. സോ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ്? 12,000 50% റിമൂവ് ചെയ്തു. അതായത് 6,000 യൂണിറ്റ്സിന് റിമൂവ് ചെയ്തു. സോ ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് 30,800 യൂണിറ്റ്സ്. എങ്ങനെയാണ് വന്നത്? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് ഇൻകംപ്ലീറ്റ് പോർഷന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് 4,800 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതുകൂടാതെ ഈ പീരീഡിലേക്ക് നമ്മൾ പുതിയ യൂണിറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 32,000 യൂണിറ്റ്സ്. പക്ഷേ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുന്നില്ല. അതിൽ 12,000 യൂണിറ്റ്സ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുണ്ട്. പക്ഷേ അതിൽ 50% കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ബാക്കി ഇൻകംപ്ലീറ്റ് പോർഷനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം, കാരണം അത് കംപ്ലീറ്റ് ആവുന്നില്ലല്ലോ. അപ്പോൾ ഈ 4,800 പ്ലസ് 32,000 നിന്നും എന്തിനെ റിമൂവ് ചെയ്യുക? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ റിമൂവ് ചെയ്യുക. അതിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
കംപ്ലീറ്റഡ് ഇക്വലൻറ്റ് യൂണിറ്റ്സ് കിട്ടും. അതാണ് 30,800 യൂണിറ്റ്സ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ സോൾവ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിന് വേറെ 2-3 മെത്തേഡ്സ് പറയുന്നുണ്ട്. എല്ലാം കൂടെ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വെച്ച് അത് എല്ലാം കൂടെ പഠിച്ചു വെക്കേണ്ട. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഈ രീതിയിൽ സോൾവ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓപ്പണിംഗ്, വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് ഏത് പോർഷനെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ? യു നീഡ് ടു ഇൻക്ലൂഡ് ഇൻകംപ്ലീറ്റ് പോർഷൻ. അതാണ് ഇപ്രാവശ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ ഇപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സും ഉണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ അതിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഇൻകംപ്ലീറ്റ് പോർഷനെ റിമൂവ് ചെയ്ത് കളയണം. കാരണം അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി വരുന്നതാണ് എന്ത്? ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 4000 യൂണിറ്റ്സ് ആണ്. അതിൽ എത്ര ശതമാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്? 40% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രീവിയസ് പീരീഡിലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത് ബാലൻസ് 60% നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നീട് യൂണിറ്റ്സ് പുട്ട് ഇൻ ടു പ്രോഗ്രസ് 30,000. അപ്പോൾ ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 30,000 യൂണിറ്റ്സ് പ്രൊഡക്ഷന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് യൂണിറ്റ്സ് കംപ്ലീറ്റഡ് 32,000 യൂണിറ്റ്സ് ആണ് ഇവർ കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇക്വലൻറ്റ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് അല്ല, അല്ലാതെ കംപ്ലീറ്റ് ആയ യൂണിറ്റ്സ് ആണ്. നമുക്ക് വേണ്ടത് ഇക്വലൻറ്റ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആണ്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. 2000 യൂണിറ്റ്സ് പാതി വഴിയിൽ കിടക്കും. അതിൻ്റെ 60% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വി വെർ ആസ്ഡ് ടു കാൽക്കുലേറ്റ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അപ്പോൾ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് അല്ല, നമ്മളോട് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഈ മുമ്പേ ചെയ്ത മെത്തേഡ് ഫോമാറ്റിൽ അങ്ങ് ചെയ്യാം. എങ്ങനെയാണ്? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് ഏത് പോർഷനാണ് ഇൻകംപ്ലീറ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇത് കൂടാതെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് ഉണ്ട്, പക്ഷേ അതിൽ മൊത്തത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയില്ല. കാരണം എന്താ? കുറച്ച് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കംപ്ലീറ്റ് ആവാത്ത പോർഷനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ദെൻ വി വിൽ ഗെറ്റ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അപ്പോൾ ചെയ്യാം. ഫസ്റ്റ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 4000 യൂണിറ്റ് ആണ്. അതിൽ 40% കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രീവിയസ് പീരീഡിൽ കംപ്ലീറ്റ് ആയതാണ്. നമ്മളിപ്പോഴും ബാക്കി റിമൈനിങ് 60% കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതാണ് 4000 60%, ദാറ്റ് ഇസ് 2400 യൂണിറ്റ്സ്. പിന്നീട് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ഡ്യൂറിങ് ദ പീരീഡ്. എത്ര യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? 30,000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ ടോട്ടൽ 2400 പ്ലസ് 30,000 ആണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയില്ല. കാരണം ക്ലോസിംഗ് ഡേറ്റ് ആയപ്പോൾ കുറച്ച് റിമൈനിങ് പോർഷനുണ്ട്, ഇൻകംപ്ലീറ്റ് സ്റ്റേജിലുള്ള പാർട്ട്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. എത്രയാണ്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 യൂണിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ കുറേ പോർഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ആക്കാം. കംപ്ലീറ്റ് ആവാത്തത് എത്രയാണ്? 60% ആണെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ 2000 60% കംപ്ലീറ്റ്. അപ്പോൾ 60% കംപ്ലീറ്റ് ആയി. ഇനി കംപ്ലീറ്റ് ആക്കാത്തതിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കേസിൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 യൂണിറ്റ്സിൻ്റെ ഇൻകംപ്ലീറ്റ് ആവാത്ത പോർഷനെ നമ്മൾ റിമൂവ് ചെയ്യുക. ഇൻകംപ്ലീറ്റ് ആവാത്ത പോർഷൻ എന്ന് പറയുന്നത് 40%. 2000-ൻ്റെ 40% എന്ന് പറയുന്നത് 800 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിന് റിമൂവ് ചെയ്ത് അങ്ങനെ നമ്മുടെ ടോട്ടൽ ഇക്വലൻറ്റ് യൂണിറ്റ്സ് എത്ര ആവും? 2400 പ്ലസ് 30,000 മൈനസ് 800, ദാറ്റ് ഇസ് 31,600 യൂണിറ്റ്സ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസും ഒന്ന് സോൾവ് ചെയ്ത് വെച്ചേക്കണം, പഠിച്ചോണം കേട്ടോ. അപ്പോഴും നമുക്ക് എക്സാമിന് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾ ആൻസർ ചെയ്യുക. ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലെ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് പഠിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ അതാണ്. അതും പഠിച്ചിരിക്കണം. അത് 4 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഇത് 2 മാർക്സിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ചോയ്സ് കൂടുതലുണ്ടായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല, പഠിച്ചു വെക്കണം. ഓക്കെ, താങ്ക് യു.